ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസാണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. എന്നും പറയുന്ന പോലെ പോസിറ്റീവായിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. വീഡിയോ കാണുന്ന സമയത്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും താങ്ക് യു യൂണിവേഴ്സ് എന്നെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് 10 ഓഫ് കപ്സ് ആണ്. ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക. ഫാമിലിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതാവാം, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക. ഫാമിലിയോട് ആ ഫെമിലിയൽ ബോണ്ടേജ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ചില സമയങ്ങളിലെങ്കിലും നമുക്ക് നമ്മുടേതായ പേഴ്സണൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ സമ്മർദ്ദങ്ങളുമുണ്ട്. നമ്മൾ ഫാമിലിയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടാവില്ല. ചിലപ്പം ഒരു ഹസ്ബൻഡ് ഓർ വൈഫ്, ഹൂ എവർ മേ ബി ദ പേഴ്സൺ ഹൂ ഈസ് വാച്ചിങ് ദിസ് വീഡിയോ, ആരായാലും നമ്മൾ നമ്മുടെ ജോലി തിരക്കുണ്ടോ അല്ലെങ്കിൽ നമ്മുടേതായ ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് ലോഡ് കൊണ്ടൊക്കെ നമ്മൾ ഫാമിലി എന്ന കോൺസെപ്റ്റിലേക്ക് ചിലപ്പോൾ സമയം അധികം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ആ ഫെമിലിയൽ ബോണ്ടേജ് ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിട്ട് വെക്കാൻ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമ്മൾ എന്നും ചെയ്യുന്ന ഡെയിലി റുട്ടീനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അതിലൊരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇന്നേ ദിവസം വളരെ മനഃപൂർവ്വമായ ശ്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫാമിലി എൻ്റെ ഫാമിലിയാണ്, അപ്പോൾ ഞാനാണ് ഇതിനെ ലീഡ് ചെയ്യേണ്ട ആൾ എന്നുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾ ഫാമിലിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക, അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, അവരോട് വളരെ സ്നേഹത്തോടും കമ്പാഷനേറ്റായിട്ടും പെരുമാറുക എന്നൊക്കെയാണ് കേട്ടോ. ഇത് മക്കളെ ഒന്ന് ഹഗ് ചെയ്യുക എന്ന് വെച്ചാൽ വളരെ പാഷനേറ്റായിട്ട് ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക. എത്ര നാളായല്ലേ മക്കളെ കിസ് ചെയ്തിട്ട്. അപ്പോൾ അവരെ ഒന്ന് ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മക്കളോടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ വഴക്കുകൾ അവർ സ്ഥിരമായി കാണാറുണ്ടെങ്കിൽ അവർ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നതും കൂടെ കാണാനുള്ള അവസരം കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവരോടൊപ്പം സന്തോഷിക്കുക, ചിരിക്കുക, കളിക്കുക, അതൊക്കെ അവരും കണ്ട് ഇതാണ് സ്നേഹം, അല്ലെങ്കിൽ വീടിനുള്ളിൽ ഉണ്ടാകുന്ന സ്നേഹം ഇതാണെന്ന് അവർക്കൊരു റോൾ മോഡൽ വേണമല്ലോ. എന്താണ് ഫാമിലി, എങ്ങനെയാണ് ഞാനൊരു ഹസ്ബൻഡ് ഓർ വൈഫായി മാറുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളതിന് അവർക്കൊരു മോഡൽ വേണമല്ലോ. അപ്പോൾ അതാകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ ലൈഫാണ് എൻ്റെ എക്സാമ്പിൾ, അല്ലെങ്കിൽ എൻ്റെ മോഡൽ, ഞാനാണ്, ഐ ആം യുവർ മോഡൽ, ഐ ആം യുവർ റോൾ മോഡൽ എന്ന് നമ്മുടെ എത്ര മക്കളോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിനുള്ളൊരു മോഡലാവാൻ ശ്രമിക്കുക. നമുക്കത് മക്കളെ കാണിച്ചു കൊടുക്കാനും പറ്റുക എന്നുള്ളതാണ്. ഇത് 10 ഓഫ് കപ്സ് ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ് ടു മേക്ക് യുവർ ഫെമിലിയൽ ബോണ്ടേജസ് സ്ട്രോങ്. നിങ്ങളുടെ ഫെമിലിയൽ ബോണ്ടേജ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾ ഇന്നൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. ഫാമിലിയിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ദെൻ 5 ഓഫ് കപ്സ് കാണുന്നുണ്ട്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന കുറച്ച് പേര്. അത് ചിലർക്ക് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയിട്ടുള്ള ആളുകൾ, അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയിട്ടുള്ള ചില ആളുകളെ കാണുന്നുണ്ട്. അവർ ആ നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പിനെ ഓർത്ത് അതിനെ മിസ് ചെയ്യുന്നുണ്ട്, അതിനെ ഓർത്ത് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ടുഗദർനെസ് എന്ന് പറയുന്നത് എത്രത്തോളം വാല്യുബിളായ സാധനമാണെന്ന് അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളത് ഫാമിലി ഉള്ളവർ എത്രയും പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കുക, എത്രയും ഹാപ്പി ആയിട്ട് ആ ഫാമിലിക്കുള്ളിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നഷ്ടപ്പെട്ടു പോയ ആ ഫാമിലിയൽ ഡേയ്സിനെ ഓർത്ത് വിഷമിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാം. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നിരാശയിലിരിക്കുക, വേദനിക്കുക എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഫെമിലിയൽ ബോണ്ടേജസ് നഷ്ടപ്പെട്ടവരാകാം, അല്ലെങ്കിൽ പാസ്റ്റിലൊരു വേറെ റിലേഷൻഷിപ്പ് പോയവരോ, ജോലി നഷ്ടപ്പെട്ടവരോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ക്രെഡിബിലിറ്റിയെ ഓർത്തൊക്കെ വേദനിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും കാണാം. അപ്പോൾ നിരാശയിലിരിക്കുന്ന കുറച്ച് ആളുകളെയും കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഒരു മൂഡ് സ്വിങ്സ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അത് 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കുക എന്നാണ്. അത് പാസ്റ്റ് ഒരിക്കലും നമുക്ക് പുറകിൽ പോയിട്ട് തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഇനി അതിനെ ഓർത്ത് വേദനിച്ചിട്ട് കാര്യവുമില്ല. അപ്പം അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഓക്കെ, ഇന്ന് ബ്ലഡ് മൂണാണ്. ഓക്കെ, അപ്പോൾ ഇതായതുകൊണ്ട് തന്നെ, ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ, ഫുൾ മൂൺ മാത്രമല്ല ബ്ലഡ് മൂണും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇമോഷണൽ ഔട്ട് ബ്രേക്സ് ഉണ്ടാകാൻ, കരച്ചിൽ വരിക, പെട്ടെന്ന് ഹാപ്പിനെസ് വരിക, അങ്ങനെ മൂഡ് സ്വിങ്സ് ഭയങ്കര
ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഒരു തരം ഇത് തന്നെയാണ് പറയുന്നത്, കുറച്ച് നേരം നിരാശയാണെങ്കിൽ കുറച്ച് സമയം എടുത്തു ചാടുക, മുൻകോപം കാണിക്കുക, അതുപോലെ ഭയങ്കരമായിട്ട് ആക്രോശം വരിക, ദേഷ്യം വരിക, എടുത്തു ചാടി പ്രവർത്തിക്കുക, എടുത്തടിച്ചുള്ള മറുപടി പറയുക. ഇതൊക്കെയാണ് ഈ നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ. വാഹനം ഓടിക്കുമ്പോൾ ഭയങ്കര വേഗതയിൽ ഓടിക്കുക, അതൊക്കെയാണ് ഒരുതരം എന്താണ് പറയുന്നത്, നമ്മൾ കാര്യങ്ങളെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒന്നും അധികമായാൽ നല്ലതല്ല. അപ്പോൾ അതിൻ്റെ ഒരു തന്മയത്വത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇത് എടുത്തുചാട്ടമാണ്. എടുത്തുചാടി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. വേഗത ഒന്നിനൊരു പരിഹാരമല്ല. എളുപ്പത്തിൽ പോകണമെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ പോവുക, അല്ലാതെ വേഗത്തിൽ പോവുക എന്നുള്ളതല്ല. നമ്മൾ ഒരു സ്ഥലത്ത് നേരത്തെ എത്തണമെങ്കിൽ നേരത്തെ പുറപ്പെട്ട് ഒരു വേഗത പാലിച്ച് പോകുക, അല്ലാതെ താമസിച്ചിറങ്ങിയിട്ട് വളരെ വേഗത്തിൽ പോകുക എന്നുള്ളതല്ല. സുരക്ഷിതമായിട്ട് പോകുക എന്നുള്ളതാണ്. ഇത് വളരെ വേഗത്തിൽ പോകുന്ന ആളുകളാണ്, അതങ്ങനെ പോകുന്നവർ സൂക്ഷിക്കണം. ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്, ഒരു യൂണിയൻ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ, വിശ്വാസങ്ങൾ അത് തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങളോട് ചിലർക്ക് പ്രത്യേക ഒരു സ്നേഹം തോന്നുന്നു എന്നാണ്. ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു ഓഫറായിരിക്കാം, ഒരു ജോബ് ഓഫറായിരിക്കാം, ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പായിരിക്കാം, അത്തരത്തിലുള്ള ഒരു ഓഫറാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്പിരിച്വൽ അവേക്കനിങ് കൂടിയാണ്. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ ഗ്രോ ചെയ്യുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ക്ലോസ്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ പറ്റും, അതുപോലെ ട്വിന്നീസിനെ കാണാൻ പറ്റും, അപ്പോൾ മഴവില്ല് കാണുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ യൂണിവേഴ്സൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന, യൂണിവേഴ്സൽ സിങ്ക്രോണിസിറ്റീസ് പറയുന്ന കുറേ ലക്ഷണങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഇത് ഒരു ഏസ് ഓഫ് കപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്കാണ്. ആരോടും ഒരു പ്രത്യേക സ്നേഹം നിങ്ങൾക്ക് തോന്നാവാം, ഒരു പുതിയ പ്രണയം തോന്നാവാം. വഴക്കുണ്ടാക്കി പിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്കിടയിൽ ആ വഴക്കൊക്കെ മാറിയിട്ട് ഒരു കമ്പാഷൻ വരുന്നതാവാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. അതൊരു ജോബ് ഓഫർ ആകാനും സാധ്യതയുണ്ട് കേട്ടോ. 7 ഓഫ് കപ്സ് ആണ്. ഈ 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത് വീടുമായി ബന്ധപ്പെട്ടതാവാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് വരും, മൾട്ടി ടാസ്കിങ് ചെയ്യുക, ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുക, ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും, നമ്മൾ ഇല്യൂഷൻഡ് ആയിരിക്കും, ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു മായക്കാഴ്ചയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. കൺഫ്യൂസ്ഡ് ആയി പോവുക, എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക, അങ്ങനെയുള്ള എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ വീട് പണി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പുതിയൊരു ഘട്ടം ആരംഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഗോൾഡ് വാങ്ങാനോ വിൽക്കാനോ സാധ്യതയുണ്ട്. അതുപോലെ എന്തെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, ഇത് ഒരു തരം റീയൂണിയൻ്റെ കാർഡാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നർത്ഥമുണ്ട്. അതുപോലെ യാത്ര പോവുക, നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഈ 7 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്, ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് കേട്ടോ. ഇത് 7 ഓഫ് സോർഡ്സ്. പാസ്റ്റിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾ, നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരാൾ, അതായത് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് നിങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് കളഞ്ഞിട്ടുള്ള ഒരാൾ പാസ്റ്റിൽ നിന്നും നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് ആവാം, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആരോ ഒരാൾ പാസ്റ്റിൽ നിന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് 7 ഓഫ് സോർഡ്സ് പറയുന്നത്. ഒരു ചതിയുടെ കാർഡാണ്, ബിട്രയലാണ് കേട്ടോ, ചതിയാണ്. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സംസാരങ്ങളും അതുമായി നടത്തുന്ന വാക്കുകളും ഒക്കെ സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും. നിങ്ങൾ പറയുന്ന രീതിയിലായിരിക്കില്ല അപ്പുറത്ത് മറ്റുള്ള ആളുകളോട് ഈ കേൾക്കുന്ന ആളുകൾ പറയുന്നത്. മാനിപ്പുലേഷൻസ് നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചതിയുടെ കാർഡാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു ചതി പറ്റാൻ സാധ്യതയുണ്ട്. ഇതൊരു ഗൈഡൻസ് ആണ്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, കരുതിയിരിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് അൺയൂഷ്വലായിട്ട് ആരെങ്കിലും വന്നാൽ, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾ വളരെയധികം കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക.
പിന്നെ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. 10 ഓഫ് വാൺസ് തലയിൽ ഓവർ ബേർഡൻഡ് ആയിട്ടിരിക്കുക എന്നാണ്. എന്ത് ചെയ്യുമ്പോഴും ഒരുപാട് ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ചെയ്യാനുള്ള ജോലികളെല്ലാം കൂടെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ ഇത്രയും ജോലി ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ തലയിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ ഓർത്തങ്ങ് ടെൻഷൻ അടിക്കും. എന്നാൽ വല്ലതും ചെയ്യുമോ അതൊട്ടില്ലാതാനും ഈ ടെൻഷൻ അടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരുപാട് കാര്യങ്ങളെടുത്ത് തലയിൽ വെക്കുന്ന ഒരു അവസ്ഥയാണ് ഈ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് കർമ്മയാണ്, ഒരുപാട് കർമ്മ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതെടുത്ത് ഓവർ ബേർഡൻഡ് ആയിട്ടിരിക്കുക, മറ്റുള്ളവരുടെയും കൂടെ എടുത്ത് തലയിൽ വയ്ക്കുക. ഇതൊക്കെയാണ് 10 ഓഫ് വാണ്ട് പറയുന്നത്. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ പോകരുത്, മറ്റുള്ളവർ പറയുന്ന കുറ്റങ്ങൾ കേൾക്കാനും പോകരുത്. സ്വയം ഇന്ന് പ്രാർത്ഥനയോടുകൂടിയൊക്കെ ഇരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അങ്ങനെയൊക്കെ അധികം മറ്റുള്ളവരുടെ കർമ്മ എടുത്ത് തലവെക്കാനായിട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ 10 ഓഫ് വാണ്ട്സ് പറയുമ്പോഴത്തേക്കും ഓവർ ബേർഡൻഡ് ആണെന്ന് ജോലി ചെയ്ത് ഒരു വഴിക്കാവുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, പറ്റുന്ന ജോലികൾ എടുക്കുക, എന്നിട്ടത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർത്തതിന് ശേഷം അടുത്തതിലോട്ട് അങ്ങനെ പോകാൻ പാടുള്ളൂ. ഹീറോഫിൻ്റെ കാർഡാണ് ഇത്. ബാധ്യതപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ 10 ഓഫ് വാണ്ട്സും ഹീറോഫിൻ്റെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ ഈ ബാങ്കിൽ നമ്മുടെ വസ്തുവൊക്കെ പണയപ്പെടുത്തി, ആധാരമൊക്കെ പണയപ്പെടുത്തിയിട്ട് ലോൺ എടുക്കുക, സ്വർണം പണയപ്പെടുത്തിയിട്ട് ലോൺ എടുക്കുക, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അത് തിരിച്ചടയ്ക്കേണ്ട സമയമായിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവിടെ നോട്ടീസ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഹീറോഫിൻ്റെ നിയമത്തെ പേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. വാഹനം ഓടിക്കുന്നവർ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട രേഖകളെല്ലാം കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇത് ഒരു മതപുരോഹിതനാണ് ഈ ഹീറോഫൻ എന്ന് പറയുന്നത്. മതപുരോഹിതനാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നൊരു ഗൈഡൻസ് നിങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. മതപുരോഹിതനാവണമെന്ന് നിർബന്ധമില്ല, ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമുദായിക നേതാവായിരിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം നിവർത്തിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയും റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് പോകുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് ഹീറോഫൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഒരു ഗൈഡൻസ് എടുക്കാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. ദെൻ എംപററാണ്. എംപററാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ ഹീറോഫിൻ്റെ എംപററൊക്കെ വരുമ്പോഴേ എന്തോ നിയമപരമായിട്ടുള്ള എന്തോ കാര്യത്തിൽ കുടുങ്ങുന്ന ആളുകളെ കാണുന്നുണ്ട്. നിയമപരമായിട്ടുള്ള ആളുകൾ തന്നെയാണ്, നിയമപരമായ പ്രശ്നങ്ങളിൽ കുടുങ്ങുന്ന ആളുകളാണ്. മേ ബി യാത്ര പുറപ്പെട്ടിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അതായത് അധികാരികളുടെ സാങ്ഷൻ കിട്ടാത്തത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുക. ഇപ്പോൾ വീട് പണി തുടങ്ങുന്നവരാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്തത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുക. യാത്ര പുറപ്പെടാനാണെങ്കിൽ അവിടെ നിന്ന് സാങ്ഷൻ കിട്ടാത്തത് കൊണ്ട് പോകാൻ പറ്റാതിരിക്കുക. അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ യൂണിഫോം ജോബ്സ് ഉള്ള ആളുകളുടെ, അല്ലെങ്കിൽ യൂണിഫോം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ കൈകടത്തൽ കൊണ്ട് നമുക്ക് നിയമപരമായിട്ടുള്ള കേസുകളിൽ പെടുക, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ പെടുന്നതാണ് ഈ ഹീറോഫിൻ്റെ എംപറർ ഒരുമിച്ച് വരുമ്പോൾ മനസ്സിലാവുന്നത്. ഈ യൂണിഫോം ജോബ്സ് ഇട്ട ആളുകൾ, അതായത് പോലീസ്, പട്ടാളം, എക്സൈസ്, ഫോറസ്റ്റ്, അങ്ങനെയുള്ള യൂണിഫോം ജോബ്സ് ഉണ്ടല്ലോ, പവർഫുൾ ആയിട്ടുള്ള യൂണിഫോം ജോബ്സ്, അങ്ങനെയുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും ഒരു സമ്പർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിയമ പ്രശ്നമാകാനാണ് സാധ്യത കേട്ടോ. അതൊന്നും സൂക്ഷിക്കുന്നതല്ലായിരിക്കും. അത് കോടതിയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഹീറോഫിൻ്റെയും കോടതിയും വരുന്നതുകൊണ്ട് കോടതി പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. കോടതി, ജഡ്ജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫർമേഷനാണ്. ചിലപ്പോൾ കോടതി വിധികളിലൊക്കെ പെട്ടിരിക്കുന്നത്, ഇപ്പോൾ ഡിവോഴ്സ് കേസൊക്കെ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ ഒരു വേർഡിക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതിന്നൊരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നതായിട്ട്, അത് ഡെത്തായി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് അതിൻ്റെ എൻഡിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് നിഗൂഢമായിരുന്ന രഹസ്യങ്ങൾ റിവീൽഡ് ആവുന്നു. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന രഹസ്യമായിരിക്കാം അത് നിങ്ങൾക്ക് മുൻപിൽ റിവീൽഡ് ആവുന്നു എന്നുള്ളതാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഇന്ന ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട്
നോ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൂക്ഷിക്കണം. നെഗറ്റീവാണ് കാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ യെസ് ഓർ നോ എന്നൊരു ഓപ്ഷൻ വന്നാൽ ഇന്നേ ദിവസം ഒരു തീരുമാനം എടുക്കേണ്ടതില്ല. നിങ്ങൾ ഇന്നത്തേക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അത് നാളെ നമുക്ക് എടുക്കാം. ദെൻ കോംപ്രമൈസ് ചെയ്യുക എന്നാണ്. ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നേ ദിവസം കോംപ്രമൈസ് ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം എന്നാണ് കാണുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടും. കോംപ്രമൈസ് ഒക്കെ ചെയ്താൽ പ്രശ്നം വഷളാകത്തെ മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക. അതിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്ന് കിട്ടുമെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ യെസ്സും ബോട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ കോംപ്രമൈസ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി കിട്ടും, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുക. ഇവിടെ നിയമപരമായിട്ടുള്ള എന്തോ ഒരു തടസ്സം കാണുന്നുണ്ട്. നിയമപരമായിട്ടുള്ള എന്തോ ഒരു കാര്യം, അതായത് നടന്നു വന്നിരുന്ന ഒരു നിയമപരമായ കാര്യത്തിലൊരു ക്ലോഷർ കാണുന്നുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളിൽ പെടുന്ന ആളുകളെ കാണുന്നുണ്ട്. ദുഃഖത്തിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. ഫാമിലിയിൽ നല്ല സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്യാൻ വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, വേഗത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ, അവരൊക്കെ സൂക്ഷിക്കണം. എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. അതുപോലെ വേഗത്തിൽ വാഹനം ഓടിക്കുന്നതും ഒട്ടും നല്ലതല്ല. നമ്മൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവനും വഴിയിലൂടെ വരുന്ന മറ്റുള്ളവരുടെ ജീവനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്ര അധികം നമ്മൾ അക്കാര്യത്തിലൊക്കെ സൂക്ഷ്മത പുലർത്തുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എനർജി മൂൺ എനർജി ആയതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുതരം ഒരു മൂഡ് സ്വിങ്സ് എല്ലാവർക്കും തന്നെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഇമോഷണൽ ഇതായിരിക്കില്ല. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അതൊരു മൂണിൻ്റെ എനർജിയുടെ ഒരു അതിപ്രസരം കൊണ്ട് സംഭവിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.